ഹായ് ഹലോ 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 എല്ലാവർക്കും ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം എല്ലാവർക്കും ഹായ് 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 എല്ലാവർക്കും ഹായ് ഗൈസ് നോട്ട് ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ്. ഇന്ന് വി സി നോക്കാമെന്ന് പറഞ്ഞിട്ട് വൈ ബ്രോ ഒരു മഹിരി ഞാൻ നോക്കുന്നില്ല. സത്യം പറയല്ല, ഞാൻ മടുത്ത്, സത്യമായിട്ട് ഞാൻ മടുത്ത്, സീരിയസ് ആയിട്ട് ഞാൻ പറയണം. ജീവിതം വെറുത്തിരിക്കുക, ഞാനൊരു കുന്തോ നോക്കണില്ല. ഇനി എന്ത് പോയാലും ഒരു കുഴപ്പമില്ല. എല്ലാത്തിനും മുകളിൽ എനിക്ക് കുറച്ച് ജീവിതത്തിൽ ചെറിയ സന്തോഷമെങ്കിലും വേണം. മെനഞ്ഞാന്നൊരു റിബലിന്റെ ലൈവ് കണ്ടിട്ട് കുറേ എണ്ണം അങ്ങ് വെറുതെ അങ്ങ് പറയണം, ഞാനാണ് അണ്ടിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ കുഞ്ഞിന്റെ പേരിലും അണ്ടിയുടെ പേരിലും എല്ലാം ചീത്തയും തെറിയെല്ലാം വിളിച്ച് എല്ലാം ഞാൻ ഇരുന്ന് കേട്ട്. എന്നിട്ടും ഞാൻ രാത്രി വന്നിട്ട് ഞാൻ എൻ്റെ കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞ്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ലെന്ന് വിചാരിച്ച് രാത്രി വന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഇന്നലെ ആർപ്പിക്കകത്ത് കയറാമെന്ന് വിചാരിച്ച് ആർപ്പി കയറി. എടാ കുറച്ച് നേരം ഒന്ന് ഓഫ് ചെയ്തടാ, വേരപ്പുണ്ട്. ഇതങ്ങ് ഓഫ് ചെയ്താൽ മതി, ഇതങ്ങ് ഓഫ് ചെയ്താൽ മതി. ഓഫ് ഫസ്റ്റ് സ്വിച്ച് ഫസ്റ്റ് എണ്ണം തിരിയടാ. എന്നിട്ടും ഞാൻ പറഞ്ഞ് ഞാനല്ലത് ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ എൻ്റെതായിട്ട് ഞാൻ ഇതാക്കിയിട്ട് പറയാം. എന്നിട്ടും കേട്ടില്ല. അത് കഴിഞ്ഞപ്പം ഇന്നലെ സിറ്റിയിൽ കയറി സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് മറ്റേ അവനായിട്ട് ടോർച്ചർ ചെയ്യുന്ന കണ്ടപ്പോൾ സിറ്റിക്കകത്ത് സിറ്റുവേഷനിൽ കയറി സിറ്റുവേഷൻ എടുക്കാൻ ചെന്നപ്പോഴത്തേന് 1:30 ഇന്നലെ സിറ്റുവേഷൻ എടുത്തപ്പോൾ ആരോടും ഒന്നും സംസാരിച്ചില്ല, സിറ്റുവേഷൻസ് ആയിട്ടില്ല, ഒന്നുമില്ല. നമ്മൾ ഗ്യാങ്ങിലുള്ള ആൾക്കാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്. അടുത്ത ദിവസം കണ്ടന്റ് വന്നപ്പോൾ ഇതിനകത്ത് കണ്ടന്റിനകത്ത് കമന്റ് ഇട്ടേക്കാണ്, എന്തുവാ ചാവാൻ പോണത് വാസുവിന് പിഴച്ചു പറ്റുണ്ടായ കൊച്ചാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്തത് ഇന്ന് ഞാൻ കണ്ടതാണ്, അതിൻ്റെ അടിയിൽ തന്നെ കമന്റ് അടുത്തവൻ ഇട്ടേക്കാണ്. എന്തുവാ എനിക്ക് പറയാൻ തന്നെ അറപ്പ് വരണം, സത്യം പറഞ്ഞു. അത് പറയാൻ തന്നെ അറപ്പ് വരുന്ന കമന്റ് കണ്ടവർക്ക് അറിയാൻ പറ്റും. കൊച്ചു വേറെ ഒരാളുടെയാ, അതിനോട് ഈഗോ അടിച്ചിട്ടാണ് ടി വിയിൽ നിന്ന് എടുത്ത് കളഞ്ഞത്. എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ഒരു മാസം ഞാൻ ഈ വൈഫിൻ്റെ കാര്യങ്ങൾക്ക് ഗ്യാപ്പ് എടുത്തപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കേസ്, ഞാൻ ഒരു മാസം ഗ്യാപ്പ് എടുക്കുവാണ് ഇതാണ്. എന്നിട്ടും സിറ്റിയിൽ എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും എൻ്റെയും എൻ്റെ ഫാമിലിയെ മെൻഷൻ ചെയ്യലാണ് സ്ഥിരം പരിപാടി. ഇത്തിരി പോണ കൊച്ചു കൊണ്ടാളുടെ സിറ്റിക്കകത്ത് കയറി കളിക്കണ കൊച്ചു തന്തയില്ലാത്തവന്മാരുടെ സ്വഭാവം ഇതാണ്. എന്ത് പറഞ്ഞാൽ ഒന്നും പേര് പറഞ്ഞിട്ട് ഇതാണ്. അതിന് നിന്റെ പേര് വാസു എന്നാണോ? സ്റ്റാറിലോട് പോടാ പുണ്ടച്ചു മോനെ, തന്തയ്ക്ക് വേണ്ടാതായോളി. പിന്നെ നിന്റെ തന്തയുടെ പേരാണ് അത് പൂറി മോനെ. പിന്നെ ടി വി വേഴ്സസിന്റെ സിറ്റുവേഷൻ്റെ അടി വന്നിട്ട് നിന്റെ തന്തയുടെ പേരാണ് ഇടുന്നത് പുണ്ടച്ചു മോനെ. മിണ്ടായിരിക്കുമ്പോൾ വെറുതെ വന്നിരുന്നങ്ങ് നീയൊക്കെ അങ്ങ് ഉണ്ടാക്കണം. നിനക്കൊക്കെ ന്യായീകരിക്കാൻ പറയുന്നത് പലതും ഉണ്ടാവും. അയ്യോ അത് അതിന്റെ കുഴപ്പമല്ല, അത് അടിക്കുന്നതിന്റെ കുഴപ്പമാണ്. അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കണ പുണ്ടച്ചുകളാണ് ഇതൊക്കെ. നിനക്കൊക്കെ എന്ത് വന്നാലും നീയൊക്കെ ഇങ്ങനെ ന്യായീകരിക്കത്തുള്ളൂ. എനിക്കൊരു അണ്ടിയില്ല. നീയൊക്കെ എന്ത് വേണേ പറ. പിന്നെ വാസു നിന്റെ അച്ഛൻ്റെ പേരാണ് പുണ്ടച്ചിന് മോനെ വന്നിരിക്കുന്നവൻ. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, കേട്ടോണ്ടിരിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് കൈസ്. എനിക്കത് ഒത്തിരി എക്സീഡ് ആയിപ്പോയി. ഈ ഒരു ഒരാഴ്ചയായിട്ട് ലൈക്ക് ഈ സിറ്റുവേഷൻസിലാണേലും എന്തിനാണേലും പറഞ്ഞു, അവിടെ നിന്ന് പറഞ്ഞു, എന്നെ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ കേട്ടോണ്ടിരിക്കും. ഇതിനു മുമ്പ് ഞാൻ പറയുമ്പോഴും, ഞാൻ ഇങ്ങനെ തിരിച്ചിരുന്ന് പറയുമ്പോഴും ഞാൻ അങ്ങനെ വലിയ അതായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല. ഇൻ ഗെയിമിനകത്ത് കൊടുക്കാറേ ഉള്ളൂ, അല്ലാതെ വെളിയിലിരുന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ലേ ഇതിനു മുമ്പ്. സൈബറിൽ കംപ്ലൈൻറ്റ് കൊടുക്കും. ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ബ്രോ. അവൻ പ്രൊഫൈൽ ഡിലീറ്റ് ആക്കുന്നതിന് മുമ്പൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവർ നോക്കി എടുത്ത് തരാമെന്ന് പറഞ്ഞ്. എന്തായാലും അവർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഓൾറെഡി എല്ലാം സംസാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറേ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞത് അക്കൗണ്ട് ഡീആക്ടിവേഷൻ ആവാൻ 3 ദിവസം എടുക്കും, അതിന് മുമ്പ് ഡേറ്റാസ് എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും ഫയൽ ചെയ്തിട്ടുണ്ട്, ഞാൻ കംപ്ലൈന്റ് ലീഗലി ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അഡ്വക്കേറ്റും സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചുപേരെ കൊണ്ട് വിളിച്ചൊക്കെ പറയിച്ചിട്ടുണ്ട്. കിട്ടിയവനെ പണ്ണും ഈ വീട്ടിലിരിക്കുന്ന കുഞ്ഞിനെയും അമ്മേനെയൊക്കെ ചേർത്ത് വെച്ച് അത് ഭയങ്കര വൾഗറായിട്ടാണ് സംസാരിക്കണത്. ചേച്ചിനെയും അമ്മീനെയും കുഞ്ഞിനെയും കുറിച്ച് അത്രേ ഉള്ളൂ. ഒരു ചില്ലുമില്ല, പറയേണ്ടത് പറയണമെന്ന്. ബ്രോ കുറേ ദിവസമായി ബ്രോ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ലൈക്ക് ഈ പറയണത് പോലെ ടി വി ഒക്കെ എൻ്റെയും കൂടെയാണ്. അപ്പോൾ ഒരു കാര്യമില്ലാതെ വെറുതെ വന്ന് ഇങ്ങനെ അനാവശ്യമായിട്ട് പറയുമ്പോൾ എനിക്ക് കേട്ടോണ്ടിരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതെനിക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റുന്നില്ല. കാരണം ഇവനെ പോലത്തെ ന്യായീകരണം ഈ കമന്റ് ഇട്ട കുണ്ണ എന്തായാലും ഈ ലൈവിൽ എന്തായാലും ഉണ്ടാവും. അവൻ അറിയണം എന്താണ് നമ്മൾ പറയണത്, നമ്മൾ എന്താണ് ചെയ്യണത്, എന്തായാലും അവൻ അറിയണം. ഇവനൊക്കെയാണ് ഇവിടെ ഇരുന്ന് ഇതിന് കിട്ടിയ ഞാൻ എക്സ്പോസ് ചെയ്യും കഴിച്ചു. ഞാൻ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിലെ വീഡിയോ പോസ്റ്റ് ചെയ്യും, ഒരു സംശയമില്ല. കഴിഞ്ഞ വട്ടം ഞാനൊരു കുണ്ണ ഇതുപോലെ പിടിച്ചായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവളുടെ അകത്ത് വന്ന് കമൻ്റ് ഇട്ട ഒരുത്തനെ ഞാൻ ഇതുപോലെ തൂക്കിയത്. അവൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് വന്നപ്പോൾ 18-19 വയസ്സ്, വെറുതെ ഒരാളുടെ ഫ്യൂച്ചർ കളയണ്ട എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഇതാക്കി വിട്ട്.
അത് ചെയ്യാൻ പാടില്ലായിരുന്നു ശരിക്കും പറഞ്ഞ. ശരിക്കും പറഞ്ഞ ഇതാക്കണ്ടായിരുന്നു. ഇവളെ നിന്നെ പലപ്പോഴും പല സിറ്റുവേഷൻ ഇല്ലെങ്കിൽ പോലും ട്രാക്ക് ആക്കുന്നുണ്ട്. നീ എല്ലാം കൊച്ചുകൊണ്ടുള്ളൂ ആളെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് ഇവനൊക്കെ പിന്നെ കഴിച്ചു കയറുന്നത്. അല്ല ബ്രോ, ഇൻ ഗെയിമിനകത്ത് പറയണതിന് കുഴപ്പമില്ല. അവൻ അവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ വണ്ടി വാസുന്നു കൊട്ടവാസുന്നു എന്ത് വേണേൽ പറഞ്ഞോട്ടെ. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ വെളിയിലിരുന്ന് അതൊക്കെ കാണാറുണ്ട്. സിറ്റുവേഷൻസ് കാണാറുണ്ട്, RP കാണാറുണ്ട്. ഞാൻ എല്ലാ സിറ്റുവേഷൻസും ഇപ്പം TV റീസെൻ്റ്ലി ഞാനില്ലാതെ ഏതൊക്കെ സിറ്റുവേഷൻ എടുത്തോ അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതും ആക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലും കാണാറുണ്ട്. ഓപ്പോസിറ്റ് ഉള്ളവരിരുന്ന് പറയണതും എല്ലാം ഇരുന്ന് കാണാറുണ്ട്. എനിക്ക് അതിനോട് പ്രശ്നമില്ല. അത് 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 പോട്ടെ, അതല്ല സെനറിയോ. ഇത് അതുമല്ല. ഇപ്പം ജസ്റ്റ് തന്തയ്ക്ക് പറയാം അങ്ങനൊന്നും അല്ല ഇവന്മാർ പറയണം. അതാണെങ്കിൽ പിന്നെയും ഇത്ര വലുതായിട്ട് ട്രിഗർ ആവേണ്ട ആവശ്യമില്ല. ജനിച്ച് 20 ദിവസം 28 ദിവസം പോലും ആവാത്ത കുഞ്ഞിനെ ചത്തു പോവുക അത് പോവുക എന്നൊക്കെ പറയുക. അതിനോടൊക്കെ എനിക്ക് യാതൊരു ഇതുമില്ല. നമ്മൾ അങ്ങനൊന്നും ഒരാളെടുത്തും ഇപ്പം ദേഷ്യം വരുമ്പോഴും ട്രിഗർ ആകുമ്പോഴേ പോടാൻ എന്നും മരുന്ന് തെറിയെന്നൊക്കെ വിളിച്ചിട്ട് തന്തയ്ക്കൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്ന് കരുതി എന്താ വീട്ടിലിരിക്കുന്ന ഒരു ചത്തു പോവുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇതായി പോവുക. കൊച്ചിന് ഇതിൻ്റെ അല്ല പറയാൻ തോന്നുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈഗോ അടിച്ചിട്ടാണ് കൊച്ചു വേറെ ആളുടെ ആണെന്ന് അറിഞ്ഞ് എന്നിട്ട് ഈഗോ അടിച്ചുകൊണ്ടാണ് എടുത്ത്. ഇതൊക്കെ എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ കൈവാക്കിനെങ്ങാനും ഉണ്ടായിരുന്ന എന്നാ വായൊക്കെ പറയുന്നവരെ എവിടെ കുഴപ്പമാണ്. സീരിയസ്ലി പറയുക ഭയങ്കര ശോകമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഇന്നലെ ലൈവ് ഇട്ട് ഇന്നലെ ലേറ്റ് നൈറ്റ് അങ്ങനെ ബാലനെ കൊണ്ട് ടോർച്ചർ ചെയ്യുന്ന കണ്ടപ്പോഴും നമ്മുടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ കയറാതിരിക്കാൻ പറ്റും. അപ്പം കയറിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കയറി ജസ്റ്റ് അവരോടൊന്നും സിറ്റുവേഷൻ പോലും ആയില്ല. ആൻഡ് വേറൊരു മെയിൻ കാര്യം പറയട്ടെ ഗൈസ്, നമ്മുടെ ലൈവ് അതേപോലെ കണ്ടന്റ് എടുത്ത് ഇടുന്ന ഒരാൾക്കാർക്ക് നമ്മൾ കോപ്പിറൈറ്റോ സ്ട്രൈക്കോ ഒരു ഇതും കൊടുക്കാറില്ല. കാരണം അവരൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ച് ജീവിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഇരുന്ന് അങ്ങനെ തന്നെ ഇരുന്ന് ഇവന്മാരുണ്ടല്ലോ ഇതിൻ്റെ അടിയിൽ നമ്മുടെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും കൊച്ചിനും മുത്തയ്ക്കും മുത്തശ്ശിക്ക് വിളിച്ചാൽ പോലും ഇവന്മാർക്ക് കണ്ടന്റിൻ്റെ റീച്ച് മതി. ഇൻട്രാക്ഷൻസ്, കമൻറ്റുകൾ കൂടുന്നു, ആൾക്കാർ വരുന്നു, കോൺട്രവേഴ്സിയായി പുതിയ ആൾക്കാർ വരുന്നു, കാണുന്നു, വാച്ചവേഴ്സ്. എന്നാൽ അങ്ങനെ ഒരു ഇഷ്യൂ അതിനകത്ത് വെട്ടിയിടാൻ നല്ല ഉത്സാഹമാണല്ലോ നിനക്കൊക്കെ. എന്നാൽ വെട്ടിയിടുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന ഫീഡ്ബാക്ക് എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യുക. അറ്റ്ലീസ്റ്റ് കമന്റ് ഹെയ്റ്റ് പറയുന്നവരടുത്ത് ചെയ്യേണ്ടെന്നാ പറയണേ. ഇത്രയും വൾഗാരിറ്റി പറയുന്നതിനെ മാത്രം ഹൈഡ് ചെയ്ത് വിടുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് വിടുക. അതില്ല, അവനൊക്കെ കമന്റ് അങ്ങ് കൂട്ടിയാൽ മതി. കമന്റ് കൂട്ടണം, ഇത് കൂട്ടണം, അത് മാത്രമേ ഉള്ളൂ അവനൊക്കെ, വേറൊന്നുമില്ല. എന്നാൽ അത്രയും വൾഗറാവണം, കാര്യങ്ങൾ കൈവിട്ട് പോണ് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പർട്ടിക്കുലർ കമന്റ് ഡിലീറ്റ് ചെയ്യും. അതില്ല, അപ്പോഴും അത് മതി. അതൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് പ്രമുഖ യൂട്യൂബർ ഈഗിൾ ഗെയിമിംഗ് ജീവിക്കാൻ അനുവദിച്ചില്ല. അവൻ്റെ ഒരു ചെറിയ കണ്ടന്റ്, അവൻ എത്രയോ ആൾക്കാരുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നു. അവൻ്റെ ഒരു കണ്ടന്റ് എൻ്റെ ചാനലിൽ ഇട്ടപ്പോഴത്തേക്കിനും വളർന്നു വരുന്ന ഒരു യൂട്യൂബർ ആയിട്ടുള്ള എന്നെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി നോക്കി. കോപ്പിറൈറ്റ് കൊടുത്താൽ ആദ്യം പറയുന്നത് ഇത്. അതിൻ്റെ അടിയിൽ കറക്റ്റ് ബ്രോ, കറക്റ്റ്, സത്യം കുത്തിത്താത്താൻ ജീവിക്കുന്നവന്മാർ എന്ന് പറഞ്ഞ് ഇതാക്കണ കുറേ അവന്മാർ വേറെയും വരും. അതാണ് ഇവിടുത്തെ കാലത്ത് ഈ കാലത്ത് സത്യം. പൊക്കിക്കൊണ്ട് വരുന്നവർ തന്നെ ഈ കഴിഞ്ഞ ദിവസം TV-യിൽ ഈ റിബലിൻ്റെ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയാം. നമ്മളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നവർ തന്നെ എടുത്തിട്ട് അലക്കുമെന്ന് പറയണത് എനിക്ക് നന്നായിട്ട് ഫേസ് ചെയ്യേണ്ട ഒരു വന്ന ദിവസമാണ് കഴിഞ്ഞ ദിവസം. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, തമാശയല്ല. അത് ഞാൻ പറയാം, തമാശയല്ല. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഈ RP എന്ന് പറയുന്ന സാധനം മെൻ്റലി എനിക്ക് തോന്നുന്നു, ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞില്ലേ, സന്തോഷത്തോടെ നിർത്താൻ പറ്റുന്ന ഒരു സമയമുണ്ടല്ലോ, അതായെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്ന ആ സാധനമില്ല, ശരിക്കും അതെത്തി ഗൈസ്. സീരിയസ് ആയിട്ട് അവിടെ എത്തി നമ്മൾ. അതിനി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ എത്തി നമ്മൾ, ആ ഒരു പോയിന്റിലെത്തി. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരാൾക്കാരുടെ ഒരു ചെറിയൊരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യമൊക്കെ എന്തെങ്കിലും ചെറിയ സെൻറ്റിമെൻറ്റ്സ് കാണുമ്പോൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീൻ പിടിക്കുന്ന ഒരാളുടെ വീഡിയോ കണ്ടിട്ട് അവൻ്റെ ജീവിത രീതികളൊക്കെ ഭയങ്കര ശോകമാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് തുടങ്ങുമ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നീ വളരെന്ന് പറയും. അടുത്ത ദിവസം അവൻ ആ ചെറിയ വീട്ടിൽ നിന്ന് വലിയ വീട്ടിലോട്ട് മാറിയെന്ന് പറഞ്ഞ ഒരു വീട് പണിതു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ഇവൻ അഹങ്കാരമായി, ഇവൻ മറ്റേ കനാൽ ബോയ്സിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ നിങ്ങൾ? മറ്റേ ഇപ്പം എല്ലാവരും ആ പയ്യന്മാരെ എന്തോ എടുത്ത് പൊക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അവന്മാരിപ്പോൾ ഒന്ന് ചെറിയൊരു എന്തെങ്കിലും ഒരു അവന്മാർക്ക് ജീവിതകാലം മൊത്തം വീഡിയോ ഇട്ട് ജീവിക്കാൻ ആർക്കും പറ്റത്തില്ല. അവർക്ക് എന്തെങ്കിലും വരുമാനം വേണം. ഇൻസ്റ്റയിൽ വീഡിയോയ്ക്ക് ഇൻസ്റ്റാ റീച്ചിന് പൈസ കൊടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടെന്നുള്ളതുകൊണ്ടാണ് അവർ മറ്റേ ഈ ബർത്ത്ഡേ വിഷിനും ഇതിനുമൊക്കെ പൈസ മേടിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അവന്മാരിപ്പോൾ എടുത്തു വെച്ച് ഊക്കുന്നതും അലക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, നമ്മൾ ജീവിതം വെറുത്തു പോകും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്കീം, അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ അതിശയമില്ല.
ഞാനത് പ്രതീക്ഷയാണ്. എനിക്കതിൽ വലിയ അതിശയമോ വലിയ ഇതൊന്നും ഇല്ല, സത്യം പറയാലോ. ഇപ്പം എനിക്ക് ഈ കിട്ടിയതിൽ, ഇപ്പം ഈ 2 ദിവസം മുമ്പ് എനിക്ക് കിട്ടിയതിലാണെങ്കിലും എനിക്കാണെങ്കിലും ഒരു കാര്യവും എനിക്കതിൽ പ്രത്യേകിച്ച് വലുതായിട്ട് അത്ഭുതം തോന്നുന്നില്ല. എനിക്കറിയാമായിരുന്നു ഒരു മൊമെന്റിൽ എപ്പോഴെങ്കിലും ഇത് സംഭവിക്കും. എപ്പോഴെങ്കിലും ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ 1000 നല്ല കാര്യങ്ങൾ ചെയ്താലും ഏറ്റവും അവസാനം നമ്മളുടെ ആൾക്കാർ നമ്മളെ കാണുന്ന ഏതെങ്കിലും ഒരു ചെറിയ ഇൻസിഡന്റിന്റെ പേരിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളുടെ വിലയും ഇല്ലാണ്ടാവും. ആ ഒരു ചെറിയ കാര്യം മതി. ചിലപ്പോൾ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ 0.1% പോലും ഉണ്ടാവില്ല നമ്മൾ ചെയ്ത ആ ഒരു ചെറിയ മോശം കാര്യം എന്ന് പറയണത്. ആ കാര്യത്തിന് ഇങ്ങനെ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കണത് എപ്പോഴും കിട്ടണതാണ്. ആൻഡ് എനിക്കിപ്പോഴും എൻ്റെ ഒരു കാര്യമുണ്ട്. ഞാൻ അന്നും ഇന്നും TV എന്ന് പറയണ ആ ഒരു സാധനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. എൻ്റെ സമയം ബാക്കിയുള്ള സ്ട്രീമേഴ്സിന് സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ മാറ്റി നിർത്തി ഞാൻ ലൈവ് ഇടാതെ എൻ്റെ ലൈവ് ടൈം എത്ര എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ അത്ര എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 9:45 എന്ന് പറയുന്ന ടൈമിലാണ് ഞാൻ ലൈവ് വരുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളൊക്കെ എങ്ങനെ ഉറങ്ങാതിരിക്കണ ഗൈസ്? അതൊന്ന് പറ. ഞാൻ പറയാം, എല്ലാം നോർമലി ഒരാൾ നൈറ്റ് ടൈമിൽ ലൈവ് വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ്, അതായത് ഇപ്പം 10 മണി എന്ന് പറയുന്ന സമയം ഞാൻ ഫിക്സ് ആക്കി വെച്ചത് വേറൊന്നും കൊണ്ടല്ല. 7 മണിക്ക് 8 മണിക്ക് എനിക്ക് ഇടാം. എൻ്റെ കൂട്ടത്തിലുള്ളവന്മാർ ഈ പറയണത് പോലെ ചെയ്തു വരുന്നത് കൊണ്ടാണ് ഞാൻ അതൊക്കെ കൺസിഡർ ചെയ്ത് അങ്ങേ അറ്റം വരെ ആക്കി വെച്ചിരിക്കണത്. 10 മണിക്ക് അപ്പുറത്തോട്ട് ഞാൻ എപ്പോൾ തള്ളി ലൈവ് ഇടാനാണ്? അത് നിങ്ങൾ പറ. ഞാൻ ആ ടൈമിലാണ് വരുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ആ ടൈമിലാണ് ഞാൻ എൻ്റെ ലൈവ് വരുന്നത്. ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നേരെ ഒന്നും അറിയാതെ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞ് കുഞ്ഞിനെയും അതും ഇതൊക്കെ വിളിച്ചു പറയണത് ഒരുമാതിരി, അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റബിൾ ആവണില്ല. കാരണം മേ ബി എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ലൈക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ കുഞ്ഞാണ് ലൈക്ക്. അപ്പോൾ അതൊരു ഞാൻ അതിലായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സന്തോഷങ്ങളൊക്കെ അനുഭവിക്കണതേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. എന്തായാലും എനിക്കത് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഇകളെ അത് വേണം, അതിൻ്റെ മക്കളെ ഒഴിവാക്കുക, സോറി ഫോർ എവരി. ഡെവിൻ ബ്രോ അങ്ങനെയല്ല ഡെവിൻ ബ്രോ, ഞാനിപ്പോൾ സിറ്റിയിൽ കയറിയില്ലെങ്കിലും ഇത് തന്നെ സംഭവിക്കുള്ളൂ. പക്ഷേ എനിക്കത് കാണാൻ താല്പര്യമില്ല. എനിക്കത് വായിക്കുമ്പോൾ ഭയങ്കര വൾഗാരിറ്റി ഫീൽ ചെയ്യണം. അത് ലൈക്ക് നമ്മളിങ്ങനെ തെറി പറയണത് പോലെ അല്ല ഡെവിൻ ബ്രോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് തെറി പറയണത് പോലെ ഉള്ള കോൺവെർസേഷൻസ് അല്ല. കുറച്ച് ഭയങ്കര വൾഗാരിറ്റിയാണ് അത് വായിക്കുമ്പോൾ. അത് എനിക്കങ്ങനെ ഒരുമാതിരി എനിക്കത് പറ്റണില്ല. അത് കാണുമ്പോൾ എന്തോ ഒരു ഇതുപോലെ. ഞാൻ ലീഗലി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ബ്രോ. ഓൾറെഡി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയണത് പോലെ അഡ്വക്കേറ്റിൻ്റെ അടുത്തെല്ലാം സംസാരിച്ചിട്ടുണ്ട്. പുള്ളിയും വിളിച്ച് സംസാരിക്കാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കാം ഗൈസ്. എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. TV വ്യൂവേഴ്സ് നല്ല ഹേറ്റേഴ്സ് ഉണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ. ബ്രോ ഞാനൊരു കാര്യം സിമ്പിളായിട്ട് പറയാം. മജോറിറ്റി എന്ന് പറയണം. ഇതിനകത്ത് നമ്മുടെ ലൈവ് കാണാൻ ഒരു 10,000 പേര് വരുന്നുണ്ടെങ്കിൽ അതിലൊരു 3,000 പേരും ഈ പറയണത് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അടുത്തുനിന്ന് എന്ത് മോശം വരുന്നു എന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. ഇഷ്ടപ്പെട്ട് കാണുന്ന ആൾക്കാർ കൂടുതലുണ്ട്, ശരിയാണ് ഞാൻ പറയണേ. പക്ഷേ ഞാൻ പറയണത് അങ്ങനെയല്ല. ഞാൻ ഇനി ലൈവ് ഇതിൻ്റെ കാര്യങ്ങളല്ല, നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും ഇത് OC-യിലേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്, മനസ്സിലായ? അതാണ് പ്രശ്നം. ഞാൻ അവിടെ ഇല്ലെങ്കിൽ പോലും അവിടെ ഡിസ്കഷൻ വരുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ വൈഫിൻ്റെയും കാര്യങ്ങളും അതും ഇതുമൊക്കെയാണ്. അതൊരുമാതിരി അത് ഭയങ്കര പ്രശ്നമാണത്. ഇവൻ്റെയൊക്കെ വിചാരം ഒരു കീബോർഡിന് ഓപ്പോസിറ്റ് നിന്ന് എന്തും പറയാമെന്നാണ്. കണ്ണതേട്ട ആൾക്കിൻ്റെ സ്ട്രീം. ഡോണ്ട് കെയർ അബൌട്ട് ദ ഏജ് ഓഫ് ദ ഗൈ, ലെറ്റ്സ് എക്സ്പോസ് ഹിം. അവന് കിട്ടിയ ഞാൻ എന്തായാലും എക്സ്പോസ് ചെയ്യും ഗൈസ്, ഉറപ്പാണ്. കഴിഞ്ഞ വട്ടം ഞാൻ പിടിച്ച അവന് ഇതുപോലായിരുന്നു. അവൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ച് ബ്രോ എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ട്, അടുത്ത വർഷം കാനഡയ്ക്ക് പോകണം, പഠിക്കാൻ പോകണം, എൻ്റെ വീട്ടിലെങ്ങാണോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴും എൻ്റെ ഉണ്ട് അവൻ്റെ ആധാർ കാർഡും ഫോട്ടോ അടക്കം എല്ലാം എൻ്റെ ഉണ്ട്. പക്ഷേ മേ ബി ചിലപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റോടെ അവൻ നന്നായാലോ, അവനെ എടുത്ത് കാണിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അവൻ്റെ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ പൊക്കോട്ടെ. ചിലപ്പോൾ ഇമ്മച്യൂരിറ്റി ഉണ്ടായിരിക്കാം, പക്ഷേ ഇതൊന്നും ഇമ്മച്യൂരിറ്റി ആണെന്ന് എനിക്ക് പറയാം. അടിയുടെ കുറവാണ്, ഇമ്മച്യൂരിറ്റി അല്ലത്. ഇത് നല്ല അടിയുടെ കുറവാണ്. അവനെ എക്സ്പോസ് ആക്കണം. ജോക്കി അവൻ്റെ ഒരു ഇൻഫോ കിട്ടാതെ എന്ത് ചെയ്യണം? ആദ്യം അടിച്ച് മോന്ത പൊട്ടിക്കണമെന്ന് ഇല്ല. ഇപ്പം പോലീസുകാരാണ് കണ്ടുപിടിച്ച് തരുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ കയറി ഇത് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. നമുക്ക് ലീഗലി അവരുടെ പ്രൊസീജിയേഴ്സ്, അവരുടെ കാര്യങ്ങൾ എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കണ്ണതേട്ടാ. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നാളെ തൊട്ട് കോപ്പറേറ്റ് അടിച്ച് കട്ട് ചെയ്തിട്ട് ഇല്ല ബ്രോ. അത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഒന്നാമത്തെ കാര്യം ലൈക്ക് അത് എത്ര പേരെന്ന് പറഞ്ഞാൽ എടുത്തിരുന്നത്. ഇപ്പം നമ്മളിത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ,
ഈ വെറുതെ ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന ചുമ്മാ ഉണ്ട്. അതായത് ചുമ്മാ ഇരിക്കുമ്പോൾ വീട്ടിൽ അച്ഛൻ്റെ തലക്കിട്ട് പോയി കൊട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഇവന്മാര് ചാനൽ പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പുതിയ മെയിൽ ഐ ഡിയിൽ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കിയിടും. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. ആ ചാനൽ പോയാൽ കുഴപ്പമില്ല അവന്മാർക്ക്. നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കണം. നമ്മൾ എന്ത് ലൈവിൽ പറയുന്നോ അതിന് ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. അത് നമ്മൾ ഈയിടെയായിട്ട് കണ്ടതാ. ഇപ്പൊ ഡിലീറ്റ് ചെയ്യണ ലൈവ് തപ്പിപ്പിടിച്ച് അപ്ലോഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു സാധനം ഇപ്പൊ വേറെ ഏതെങ്കിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ പറയാ ഇതൊന്നും എടുത്ത് യൂട്യൂബിൽ ഇട്ടേക്കല്ലേ, അടുത്ത ദിവസം രാവിലെ പുതിയ മെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ പറഞ്ഞ കാര്യം മാത്രം എടുത്ത് കട്ട് ചെയ്തിടും, തംബ്നെയിൽ വെച്ച് കട്ട് ചെയ്തിടും. അത് നിങ്ങൾക്ക് അറിയാത്തോണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അത് നിങ്ങൾ ഒരു ഇതൊക്കെ ഇതാക്കിക്കൊണ്ട് സായിപ്പിന് കൊട്ടേഷൻ കൊടുക്കണം. തമാശ കളപ്പുറം. ഞാൻ തമാശ പറയുവാണെന്ന് വിചാരിക്കല്ലേ, ഞാൻ തമാശയായിട്ടല്ല പറയണേ. ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അത് കണ്ട അവള് ഭയങ്കര ഷോവാണ്. അവള് പറഞ്ഞിട്ടാണ് ഞാൻ ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. സീരിയസ് ആയിട്ട് വൈഫ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് കണ്ടിട്ട് എനിക്കും അവൾക്കും ഭയങ്കര ഫീൽ ബാഡായി. അവൾക്ക് രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അവൾ ഭയങ്കര ഷോക്കായി. അവൾ ഭയങ്കര മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. സോ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയണത് എല്ലാവർക്കും ഒക്കെ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ പെയിനും അതും ഇതൊക്കെ സഹിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം കൊടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലടാ. അവളെങ്കിലും സമാധാനത്തോടെ ഇരുന്നോട്ടെ. വെറുതെ എന്തിനാ? ജസ്റ്റ് തിങ്ക് ഹൗ ദാറ്റ് ഗൈ സീസ് ഹിസ് മദർ ആൻഡ് സിസ്റ്റർ വിത്ത് ദിസ് വൾഗർ മൈൻഡ് ഷുഡ് എക്സ്പോസ് ഹിം ആൻഡ് സീ ഹിസ് മദർ ഇൻ പേഴ്സൺ ആൻഡ് ടെൽ ഓൾ ദീസ് തിങ്സ്. ദാവൂദ് ബ്രോ ഇവനെയൊക്കെ പൊക്കുവാണെങ്കിൽ നേരെ പോയി ഇതാണ് പറയണം. അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ നിർത്തിയിട്ട് ഇതുപോലെ പറയണം. ഫാമിലി കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി വെക്കണം ബ്രോ. ഈവൻ ബേബി ഫോട്ടോ മാർക്ക് എക്സ്പോഷർ കൊടുക്കേണ്ട. ലീഗലി 3 നടക്കട്ടെ. ചിൽ ആൻഡ് സ്ട്രീം. മുഷാദ് ബ്രോ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ ഇത്രയും നാള് നമ്മൾ ലൈവ് കണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെയൊക്കെ നിന്ന് കുറേ ആൾക്കാർ എനിക്ക് എൻ്റെ അടുത്ത് പേഴ്സണലി കുഞ്ഞിനെ ഫോട്ടോയും അതും ഇതൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഫാമിലി കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഒരാളല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അങ്ങനെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗുകളോ ഒക്കെ വളരെ കുറവാണ്, വളരെ ചുരുക്കം. ഞാൻ ലാസ്റ്റ് ഒരു ഫാമിലി വ്ളോഗ് അല്ലെങ്കിൽ ചെയ്തത് എൻ്റെ പപ്പയുടെ കാർ കൊടുക്കണം 3 വർഷം മുമ്പ് എന്തോ ആണ്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ലൈവ് കാണുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഇട്ടതാണ്. ഞാൻ ഈവൻ കുഞ്ഞിൻ്റെ ഒരു ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു വീഡിയോ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരുടെയും മുമ്പിൽ ആ ഒരു സന്തോഷം ഷെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലാതെ ഞാൻ അങ്ങനെ വലിയ കാര്യങ്ങൾ പറയാം. പിന്നെ കല്യാണം, വൈഫിൻ്റെ പേര്, ഇതൊക്കെ കിട്ടാൻ വലിയ പാടൊന്നുമില്ലല്ലോ ബ്രോ. ഇതൊക്കെ കിട്ടാൻ എന്ത് പാടാണ്? നമ്മുടെയൊക്കെ പേരും ഇതൊക്കെ കിട്ടാൻ എന്താ പാട്? അതിലൊരു പാടുമില്ല. അങ്ങനെ കിട്ടിയാൽ ഞങ്ങൾ അടിച്ച് പൊട്ടിക്കും ബ്രോ. അടിക്കുന്നതിൻ്റെ അല്ല, അത് ഇവനെയൊക്കെ കിട്ടത്തില്ല എന്നുള്ളൊരു ഉറപ്പാണ് ഇവൻ്റെയൊക്കെ പ്രശ്നം. കാരണം ഇവനെയൊക്കെ ആക്ഷൻ എടുത്ത് പിടിച്ച് പബ്ലിഷ് ചെയ്താലേ ഇവനെയൊക്കെ പേടിക്കുകയുള്ളൂ. ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരൊക്കെ ഫ്രസ്ട്രേഷൻ നമുക്ക് കാണാം ഈ മരുന്നേന്ന്. അല്ല, കുറേ പേര് എൻ്റെ അടുത്ത് ഒഫൻസോ അക്കാഡമിയിൽ അവരോട് പറയാൻ പറഞ്ഞു ബ്രോ. ഞാനത് ഈ ഒരു സാധനം ഞാനും അവരോടൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോഡ്കാസ്റ്റ് അവർ അപ്ലോഡ് ചെയ്യുമായിരിക്കും. ആ പോഡ്കാസ്റ്റിൽ ഓൾറെഡി ഞാൻ ഇതുപോലെ ചോദിച്ചതാ, ഈ കമൻ്റ് ഇടുന്നവന്മാരെ, യൂട്യൂബിലൊക്കെ കമൻ്റ് ഇടുന്നവന്മാരെ തൂക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവരും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും നമുക്കൊരു ഇൻഫോ എടുക്കാൻ പറ്റത്തില്ല. പകരം ഈ പറയണതുപോലെ ഒരു സൈബറിലോ നമ്മൾ എവിടെയെങ്കിലും കേസ് കൊടുത്താൽ അവർക്ക് മാത്രമേ യൂട്യൂബ് അല്ലെങ്കിൽ മെറ്റ അവരൊക്കെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യത്തുള്ളൂ. സോ അപ്പം അവർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്കും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അവരിതുപോലെ യൂട്യൂബിന് മെയിൽ അയച്ച് റിക്വസ്റ്റ് ചെയ്തു ഈ പർട്ടിക്കുലർ യൂസറിന്റെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ഐ പി ഇതെല്ലാം തരണം എന്നുള്ള രീതിയിൽ. അപ്പം വക്കീലും ഇന്ന് അത് തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ സംസാരിച്ചിട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ കിട്ടുമെങ്കിൽ കിട്ടട്ടെ, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അങ്ങ് കിട്ടട്ടെ. അല്ലാതെ ഇവന്മാരെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതാണ്. ചാനൽ ഡിലീറ്റഡ് ആണ്. ചാനൽ ഡിലീറ്റ് ആയാലും കുഴപ്പമില്ല ബ്രോ. TV ഞങ്ങളത് ഓൾറെഡി ഇന്ന് ചോദിച്ചായിരുന്നു. 3 ദിവസം കഴിയും യൂട്യൂബിൻ്റെ ഡേറ്റാബേസിൽ നിന്ന് ഇത് എടുത്തു കളയാൻ. നാളെ തന്നെ മാക്സിമം അവർ പ്രഷറൈസ് ചെയ്ത് നോക്കി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ കൊച്ചിനെ പറ്റി വരെ പറയാൻ എങ്ങനെ തോന്നുക? ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ബ്രോ ഇപ്പോൾ കാണുന്നത്? അമ്മയും അച്ഛനെയും ഒരു കുടുംബത്തിലുള്ള മൊത്തം എണ്ണത്തിനെ വെട്ടി തല്ലി പൊളിക്കണ ജനറേഷനിലുള്ള പിള്ളേരുടെ അടുത്തും ആൾക്കാരുടെ അടുത്തും നമുക്ക് ഒരു കുഞ്ഞിനെ പറ്റി എങ്ങനെയാണ് പറയണമെന്ന് എങ്ങനെ ചോദിക്കാൻ പറ്റും? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡെയിലി കാണാറുണ്ടല്ലോ എല്ലാവരും. ആ ഒരു അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നണില്ല. IP കിട്ടിയാൽ കിട്ടും. VPNs ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടും. എന്നാ ഞങ്ങളില്ലേ ലവ് ബ്രോ. ബ്രോ അങ്ങനെ ഒരു
അങ്ങനല്ലേ ഈ ആൾക്കാർ വ്യൂവേഴ്സ് അങ്ങനത്തെ ഒരു കാര്യമല്ല ഞാൻ പറയണേ. അങ്ങനത്തെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണേ ബ്രോ ഇതൊക്കെ മൈൻഡ് ചെയ്യാതെ നേരെ കയറി ചുമ്മാ ആർപ്പിക്കാത്തിരുന്നാൽ മതി 10 മിനിറ്റ്. ഈ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണ്, വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണെന്ന് പറയരുത്. എനിക്ക് ഇതിലും കൂടുതൽ വാച്ചിങ് ഉണ്ട്, ഇതിൻ്റെ ഇരട്ടി വാച്ചിങ് വരും മേ ബി ചിലപ്പോൾ എനിക്ക് ആർപ്പി കയറിയാൽ. ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഈ പറയണത് പോലെ നമ്മുടെ ഈ ലൈവ് കാണുന്ന ആൾക്കാരുടെ ഫീഡ്ബാക്ക് അങ്ങനെയല്ല. ഇതിൻ്റെ പുറത്തേക്ക് ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു കേട്ടില്ലേ, ഞാനിപ്പം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പം മറ്റേ ഇവൻറ്റ്സ് ചെയ്യാൻ പോവാണ്, പാട്ട് പാടാൻ പോവാണ്, വേറെ കാര്യങ്ങളായിട്ട് മൂവ് ആയി, ടി വിയുടെ കാര്യങ്ങൾ നോക്കുന്നില്ല. ടി വിയിൽ ആരെങ്കിലും ഒരാൾ പറയട്ടെ ഞാൻ ഇനാക്റ്റീവ് ആയിട്ടിരുന്ന സമയത്ത് ഞാൻ ആ ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ലായിരുന്നെന്ന്, സിറ്റുവേഷനിൽ കയറാനും എടാ എന്താണ് പ്രശ്നമൊന്നും എല്ലാം ചോദിക്കാൻ ഞാൻ അന്നേരം ആ ഗ്രൂപ്പിലുണ്ട്. അല്ലാതെ ഞാൻ അങ്ങോട്ട് വേറെ എങ്ങോട്ട് മൂവ് ആയിട്ടൊന്നും ഇല്ല. അണ്ണാ എനിക്കൊരു പി സി മേടിച്ച് തരുമോ? എന്നിട്ട് നിനക്ക് ആർപ്പി കയറാനല്ലേ, ജീവിതത്തിലുള്ള സമാധാനോടെ പോകും, അവിടെ കാണാൻ അടങ്ങിയിരി ഫോണും കുത്തി. അണ്ണാ എന്നാലും എങ്ങനെ മനസ്സിലായിരുന്നവന്മാർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എന്തിക്കാൻ പോലും വയ്യന്മാരുടെ മൈൻഡ് സെറ്റ്. വിഷ്ണു ബ്രോ അത് ഓരോരുത്തരുടെ എന്ത് പറയാനാണ്. താങ്ക് യു. പ്രശ്നം ബ്രോ അത്രേ ഉള്ളൂ. എനിക്കിത് പറയണമെന്ന് തോന്നി. എനിക്കിങ്ങനെ ബുദ്ധിമുട്ടി സ്ട്രീം ചെയ്യാൻ വയ്യ. ലൈക്ക് കുറേ അതായത് ഒരു ദിവസം ഇത് ലൈവ് വന്നിട്ട് ഇതിപ്പോൾ RP ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ ഡിസ്കോ ട്രോൾസ് നോക്കിയില്ലെങ്കിലോ വന്ന് മറ്റേ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ഓഡിയൻസ് ബേസ് എനിക്ക് വേണ്ട. അതിനി നിങ്ങൾക്ക് ഓഡിയൻസിനോടുള്ള റെസ്പെക്റ്റ് പോയി എന്നുള്ളത് തോന്നിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ഗതികേട് കൊണ്ട് ഞാനിപ്പോൾ പറയുക, സത്യം പറയാമല്ലോ, ഞാൻ എൻ്റെ ഗതികേട് കൊണ്ട് ഇപ്പോൾ പറയുക. എനിക്കിപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാരണം അതിനർത്ഥം എൻ്റെ കയ്യിൽ മറ്റേ കോടികൾ കാശുണ്ട് അതുണ്ട് ഇതൊന്നൊന്നല്ല. ഡെയിലി ലൈവ് വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഞാൻ എൻ്റെ എല്ലാ പരിപാടികളൊക്കെ മാറ്റി വെച്ച ഓരോ 3ാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ ലൈവ് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊന്നും ഉള്ള സന്തോഷം മതി. ഇഷ്ടമുള്ള ഗെയിംസ് കളിച്ച് ആരൊക്കെ കാണാൻ വരുന്നു അത്രയും. അതിപ്പോൾ 100 വാച്ച് എങ്കിൽ 100 വാച്ച് അതിനകത്ത് ചെയ്യാനാണ് ഇനി എനിക്ക് താല്പര്യം. വെറുതെ ഇനി അനാവശ്യമായിട്ട് എനിക്കിങ്ങനെ ഇതിനകത്ത് കയറാനോ എനിക്കൊരു മൈൻഡ് സെറ്റും വരുന്നില്ല. സത്യമായിട്ട് ഞാൻ പറയണം, എനിക്ക് ഒട്ടും മൈൻഡ് സെറ്റ് വരുന്നില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഒന്നും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റണില്ല. ഞങ്ങളാരെയും ഞങ്ങൾക്കറിയാം, ഞങ്ങളാരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇവൻ നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അവൻ്റെ വീട്ടുകാരോടും ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് മെട്രിക്സ് ബ്രോ വേറൊരു കാര്യമുണ്ട്. ഇവനൊക്കെ വീട്ടുകാരുടെ മുമ്പിൽ മറ്റേ പാവം പിടിച്ചവനെ പോലെ അഭിനയിക്കുന്ന ഏതെങ്കിലും ഒരുത്തനായിരിക്കും. മനസ്സിലായ? അത് അവർക്ക് പോലും അറിഞ്ഞുകൂടായിരിക്കും. ചിലപ്പം നമ്മൾ ഇതിനെ കണ്ടുപിടിച്ച് ചെല്ലുമ്പോഴായിരിക്കും അവൻ്റെ നാട്ടുകാർ വരെ പറയുന്നത്, യോ നല്ലൊരു ചെറുക്കൻ വീടിൻ്റെ പുറത്ത് പോലും ഇറങ്ങത്തില്ല, അവൻ ഫുൾ ടൈം ആ പാവം പിടിച്ചവൻ വീട്ടിൽ തന്നെ ആയിരിക്കും. ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന പുണ്ടച്ചികളെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. മനസ്സിലായ? മറ്റേ വെളിയിലൊക്കെ പോണ പിള്ളേരെയൊക്കെ ആണെങ്കിൽ പിന്നെയും അവന്മാർക്ക് കുറച്ച് എൻഗേജ്മെൻറ്റ്സും വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. കൂട്ടുകാരുടെ വെളിയിൽ പോവുക, വടാക്കുക, അങ്ങനെയൊക്കെ എങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. പക്ഷേ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നവന്മാരാണ്, ഈ ഫോണും പിടിച്ചിരിക്കുന്നവന്മാരാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. പറയാതിരിക്കാൻ വയ്യ, സത്യമായിട്ടും പറയാതിരിക്കാൻ വയ്യ. അത് ഭയങ്കര സീനാണ്. അങ്ങനെ വളർത്തരുത്. ബീയിങ് എ പേരൻറ്റ്, നിങ്ങളുടെ കൂട്ടത്തിലായിട്ട് പേരൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഈ പറയത്തില്ലേ, ഈ ഇതിനകത്തിരുന്ന് പറയുമല്ലോ, നമ്മളെല്ലാവരും റീൽസിലും എല്ലാത്തിനകത്തും കമൻ്റ് ഇടുമല്ലോ, ഈ 2K പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രശ്നം, ഇതാണ് പ്രശ്നം എന്നൊക്കെ. ഈ 2K പിള്ളേരുടെയൊക്കെ അച്ഛനമ്മമാരൊക്കെ ഏത് ജനറേഷനാണ്? 80s 90s ഒക്കെ തന്നെയായിരിക്കും അല്ലേ? ഈ 80s 90s ഉള്ള അപ്പനമ്മമാരൊക്കെ ഇവന്മാരെ വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, വേണ്ട അവിടെ പോയാൽ നീ പിഴച്ചോ, ഇവിടെ പോയാൽ പിഴച്ചോ, വീട്ടിൽ തന്നെ ഇരിയാടാ, ഫോൺ കുത്തിയിരി, നീ ഒന്ന് ഈ ഫോൺ നോക്കിയിരി, അല്ലെ അവിടെ ഇരി, അല്ലെ ഈ ഫോണും കൊണ്ട് ഇവിടെ ഇരുന്നാൽ മതി, റൂമിന് വെളിയിൽ ഇറങ്ങണ്ട എന്ന് പറഞ്ഞ് വളർത്തുന്നതും ഈ 80s 90s മഹാന്മാരാണെന്ന് പറയണ പേരൻസ് തന്നെയാണ്. അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇത് അവരൊക്കെ കാണിക്കണം. അല്ലാതെ ഇങ്ങനെ വീട്ടിലിരുത്തിയാണ് ലാസ്റ്റിൽ ഒരു ചെറിയ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടണം. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സത്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് ഗൈസ്. അത് കുറേ പേരെ തോന്നിയത് നമ്മുടെ ലൈവ് കാണുന്നതിൽ തന്നെ കുറേ പിള്ളേരുടെ പേരൻസ് ഒക്കെ എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വിളിച്ച് സംസാരിക്കുമ്പോൾ പോലും അവർ പറയണ കാര്യം എന്ന് പറഞ്ഞാൽ, മോനെ ഞങ്ങൾ വെളിയിൽ പോലും അവനെ വിടത്തില്ല. വെളി വിടണം, പിള്ളേരെ വെളിയിലൊക്കെ വിടണം, അയലോക്കത്തുള്ള പിള്ളേരെയൊക്കെ കൂടെ കളിക്കാനൊക്കെ വിടണം. ഈ വീട്ടിനകത്ത് ഇരുത്തുന്ന എന്തിനാ? TV ഇട്ട് കൊടുക്കും, എന്തൊക്കെ ഫുഡ് ജനിച്ചു വീഴുന്ന പിള്ളേർക്ക് വരെ ഇപ്പോൾ TV ഇട്ട് കൊടുത്തിട്ട് അവിടെ സമാനത്തോടെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ. പിള്ളേർ കൊച്ചിലോട്ടെ അഡാപ്റ്റീവായി അങ്ങനെ അങ്ങാവും. കമ്പ്യൂട്ടർ അല്ലെ PC, ഇത് മതി, ഇതാണ് സന്തോഷം. വെളിയിൽ കോണ്ടാക്റ്റ് ഇല്ല, ഒരാൾ ക്യാമറ നോക്കി ചിരിക്കാൻ പറഞ്ഞാൽ ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞ് കുനിഞ്ഞു നിൽക്കും. ഇങ്ങനെ ആക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ ആക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. അതിനൊരു വലിയ റീസൺ ഉണ്ട്. അത് മാറ്റിയെടുക്കണം. അതൊക്കെ മാറ്റിയെടുക്കണം. നമ്മൾ ഒന്നും വേണ്ട, നാട്ടിലെ പിള്ളേരോട് പഠിക്കാൻ വിടാണോ വല്ല അക്കാഡമിയിലും കൊണ്ട് ചേർക്ക്, അടുത്തുള്ള ക്രിക്കറ്റോ ഫുട്ബോളോ എന്തിനേലും ഒക്കെ കൊണ്ട് ചേർക്കണം.
ആ പുറത്ത് ഫുള്ള് ഡ്രഗ്സ് ആണ് അണ്ണാന്ന്. ബ്രോ എങ്ങനെയാ ബ്രോ ഇത്? നമ്മൾ കുറച്ചൊക്കെ പിള്ളേരുടെ ടൈമൊക്കെ കൊടുത്ത് ഇൻട്രാക്റ്റീവ് ഒക്കെ ആയി കഴിഞ്ഞാൽ അതൊന്നും അവർക്കൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അക്കാഡമി എന്തൊക്കെ സാധനങ്ങളുണ്ട് വെളിയിൽ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇതിനകത്തൊക്കെ കൊണ്ട് ചേർക്ക് പിള്ളേർ അതിനകത്ത് ഇരുന്നോളും. ഇങ്ങനെ നമ്മൾ ഇതാക്കി വളർത്തുന്നതിൻ്റെ പ്രശ്നമാണ് വേറെ ഒരെണ്ണം. എനിക്ക് ഇത്ര പറയണമെന്ന് തോന്നി, അതേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ അതേ ഉള്ളൂ. ഞാൻ ഇന്ന് നമുക്ക് പാർട്ട് 3 ഇന്ന് കളിച്ചു തീർക്കാം. ഞാനത് പറയാനുള്ള കാര്യങ്ങൾ പറയണം എന്ന് തോന്നി. എല്ലാവരും അങ്ങനെയല്ല ഈഗിൾ ഗെയിമിങ് ബ്രോ. അതിൻ്റെ തൊട്ട് മുകളിലത്തെ കമൻറ്റ് ഉണ്ടോ ടോംസ് ബ്രോ? അതിൻ്റെ തൊട്ട് മുകളിലത്തെ കമൻറ്റ് ഉണ്ടോ? ഞാൻ നിങ്ങൾക്ക് ബ്രോയ്ക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബ്രോയ്ക്ക് പറയാനുള്ളതുപോലെ നേരെ ഓപ്പോസിറ്റും ഉണ്ട്. യു ആർ ടെല്ലിങ് മൈ ലൈഫ്. കണ്ടോ? അതുപോലെ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിൽ കൂടെ ജീവിക്കുന്ന പിള്ളേരും ഇവിടെ ഉണ്ട്, മനസ്സിലായ? ബ്രോയുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കത്തില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ ഒരു സമയം വരെ എന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ വെളിയിൽ ഇറക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. എന്നെ 10ാം ക്ലാസ് +2 വരെ ഒന്നും വീടിന് വെളിയിലെങ്ങും ഇവിടുത്തെ നാട്ടിലെ പിള്ളേരുടെ കൂടെ കളിക്കാൻ പോലും വിട്ടിട്ടുള്ള ഒരു ഇതല്ല. അതൊക്കെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയടുത്തും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മേ ബി ചിലപ്പോൾ പേടിയായിരിക്കും, സാഹചര്യങ്ങളുണ്ടാവാം. പക്ഷേ ഞാൻ പറയുകയാണ്, നമുക്ക് നല്ലതായിട്ടൊന്നും ചെയ്തു വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്താൽ മാറും. ഇങ്ങനെയും ആൾക്കാരുണ്ട് ഇവിടെ. അതിൽ നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. ബ്ലാക്ക് സ്ക്രീൻ ആണല്ലേ? ഓക്കെ. ഒരു മിനിറ്റ്. ഡിസ്പ്ലേ ക്യാപ്ചർ. അങ്ങനത്തെ സിറ്റുവേഷൻ അനുഭവിക്കുന്നവർ ഇവിടെ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ ബ്രോ. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ. ഒരിക്കലും പേരൻസിനെ മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, പിള്ളേരെ മാത്രമായിട്ടും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള കുഴപ്പമുണ്ട്. അത് ഇങ്ങനെ മാറി വരുന്നതാണ്. അത് കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മളിവിടെ നോക്കിയാൽ കൺട്രോളബിൾ ആക്കുക, അത്രേ എനിക്ക് പറയുള്ളൂ. വേറെ വലിയ ഇതൊന്നും അല്ല ബ്രോ. നിങ്ങളുടെ സക്സസിൻ്റെ ഈഗോ ആണെന്ന് ഒരു സാഡിസ് മെൻറ്റാലിറ്റി. അയ്യോ അങ്ങനെയല്ല റൈസ് ഗെയിമർ. മെൻ്റലി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വേറൊരു ഗെയിമിൻ്റെ പേരിൽ നേരിട്ട് പരിചയം പോലും ഇല്ലാത്ത ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലീഗ് മൂവ്. സഫാൻ ബ്രോ, ഞാൻ ഓൾറെഡി ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. ഒരു സമാധാനം ഇല്ലാത്ത കുറച്ച് ദിവസങ്ങളാണ് ഇപ്പം പറഞ്ഞു. കാരണം സിറ്റി കയറുന്നില്ലേ? സൂര്യനാരദൻ SR നായർ. ഹേമന്ത് ബ്രോ, വെൽക്കം ടു സ്ട്രീം. താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. അപ്പോൾ കേസ് അത്രേ ഉള്ളൂ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ കാര്യത്തെ പറ്റി എനിക്ക് അത്രേ പറയാനുള്ളൂ. അതങ്ങ് പറഞ്ഞ് തീർത്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ സെഷൻ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവരും ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക. ആരെങ്കിലും പറയോ എന്താ പ്രശ്നം? ബോബിൻ്റെ അവയവ മാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞു. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പാർട്ട് 3 കളിക്കുമുത്തേ, പിന്നല്ല. ഫ്രസ്ട്രേഷൻ കളിച്ച് തീർക്കണ്ട. ഫ്രസ്ട്രേഷനൊക്കെ ഇന്ന് കളിച്ച് തീർക്കേണ്ട വരും.